കുടുംബാംഗങ്ങളുടെ പെരുമാറ്റ രീതി, അതായത് കുറ്റപ്പെടുത്തലുകളും വിമർശനാത്മകമായിട്ടുള്ള സമീപനങ്ങളും സ്കിസോഫ്രീനിയ പോലുള്ള മാനസിക രോഗങ്ങൾ അനുഭവിക്കുന്നവരുടെ സാധാരണ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടോ? ഞാൻ ഡോക്ടർ ഫെബ്ന മൂർക്കത്ത്, ന്യൂറോ സൈക്യാട്രി സെൻറ്റർ, മാങ്ങാട്ടുകര. ഇന്ത്യൻ സമൂഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട സവിശേഷതകളായിരുന്നു ഗ്രാമങ്ങളും കൃഷിയും കൂട്ടുകുടുംബങ്ങളും. ബന്ധങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന സാമൂഹിക വ്യവസ്ഥിതിയിൽ നിന്നും മാറി വ്യക്തികളിൽ അധിഷ്ഠിതമായ ജീവിത രീതി മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ മേലുള്ള സാമൂഹികമായ ഉൾക്കൊള്ളലിൽ മാറ്റങ്ങൾ വരുത്താനിടയാക്കി. നമുക്കറിയാം, കൂട്ടുകുടുംബ വ്യവസ്ഥതയിൽ നിന്നും മാറി അണുകുടുംബങ്ങളിലേക്ക് പറിച്ചു നടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമകാലീന സാമൂഹ്യ സാഹചര്യത്തിൽ മാനസികമായ വെല്ലുവിളികൾ അനുഭവിക്കുന്ന വിഭാഗം ഏറെ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാനസികപരമായ അസുഖങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു അസുഖമാണ് സ്കിസോഫ്രീനിയ. കുടുംബാംഗങ്ങളുടെ ഇടപെടലുകൾ എങ്ങനെ അസുഖം കൂടുന്നതിന് കാരണമാകുന്നു എന്ന ചിന്തയിൽ നിന്നാണ് എക്സ്പ്രസ്ഡ് ഇമോഷൻ എന്നൊരാശയം രൂപപ്പെട്ടു വന്നത്. 1956 ജോർജ് ബ്രൗൺ ആണ് ഈ ഒരു ആശയവുമായി മുൻപോട്ട് വന്നത്. ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗായ ക്ലോർപ്രോമസിൻ സ്കിസോഫ്രീനിയ ട്രീറ്റ്മെൻറ്റിൽ ഉപയോഗിക്കുകയും തൽഫലമായി അസുഖലക്ഷണങ്ങൾ ഭേദമായി ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായ രോഗികൾ ലക്ഷണങ്ങളുമായി വീണ്ടും അഡ്മിറ്റ് ആകേണ്ടി വരുന്ന സാഹചര്യം സംജാതമായതോടെയാണ് ഇതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനത്തിലേക്ക് ജോർജ് ബ്രൗൺ എത്തിപ്പെട്ടത്. പ്രധാനമായും 5 തരത്തിലുള്ള വൈകാരിക പ്രകടനങ്ങൾ അഥവാ എക്സ്പ്രസ്ഡ് ഇമോഷൻസ് ആണ് ജോർജ് ബ്രൗൺ മുൻപോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് വിമർശനാത്മകമായ പെരുമാറ്റമാണ്. പലതരത്തിലുള്ള പരാതികൾ, രാവിലെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, അലക്കാൻ കഴിയാത്തവർ, ദൈനംദിന കാര്യങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാത്തവർ തുടങ്ങി പല മേഖലകളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികളെ നെഗറ്റീവ് തരത്തിൽ വിമർശിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ക്രിട്ടിക്കൽ കമൻറ്റ്സ് അഥവാ വിമർശനാത്മകമായ അഭിപ്രായ പ്രകടനങ്ങൾ. രണ്ടാമത്തേത് വൈരാഗ്യത്തോടെയുള്ള സമീപനമാണ്. രോഗിയുടെ പ്രശ്നങ്ങൾ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അവരുടെ കൂടെ ജീവിക്കുന്നത് ദുസ്സഹമാണെന്നും അവർ അഭിനയിക്കുകയാണെന്നും അവരിൽ നിന്നും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതുമാണ് വൈരാഗ്യത്തോടെയുള്ള സമീപനം വ്യക്തമാക്കുന്നത്. മൂന്നാമത്തേത് വൈകാരികമായുള്ള അമിതമായ ഇടപെടലാണ്. സ്വയം കുറ്റബോധങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ രോഗിയായ ബന്ധുവിന് വേണ്ടി എല്ലാം ഏറ്റെടുക്കുന്ന പ്രവണതയാണിത്. അവരെ ഒന്നിനും സമ്മതിക്കാതെ എല്ലാം സ്വയം ഏറ്റെടുക്കുന്ന ഈ രീതി രോഗികളെ ദുരിതത്തിലാക്കുകയാണ് ചെയ്യുന്നത്. ഇനി പറയാൻ പോകുന്നത് പോസിറ്റീവായിട്ടുള്ള 2 ഘടകങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് വാംത്ത് അഥവാ ഊഷ്മളതയാണ്. ദയയോടെയും സഹാനുഭൂതിയോടെയും ഉള്ള പെരുമാറ്റമാണിത്. എല്ലായ്പ്പോഴും തൻ്റെ രോഗിയുടെ സ്ട്രെങ്ത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുവാൻ ഈ ഒരു രീതി സഹായകരമാകുന്നു. 5ാമത്തെ രീതി അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡാണ്, അഥവാ നിരുപാധികമായിട്ടുള്ള പെരുമാറ്റ രീതിയാണിത്. രോഗിയായ തൻ്റെ ബന്ധുവിനെ പ്രോത്സാഹിപ്പിക്കുവാനും കൂടുതൽ പ്രയോജനകമായ രീതിയിൽ അവരുടെ പെരുമാറ്റങ്ങളെ മാറ്റിയെടുക്കാനുമുള്ള ശ്രമമാണ് ഇത്തരത്തിലുള്ള മനോഭാവം വ്യക്തമാക്കും. ചുരുക്കി പറഞ്ഞാൽ, കൂടുമ്പോൾ ഇമ്പമുള്ളതിനെയാണല്ലോ നമ്മൾ കുടുംബം എന്ന് വിളിക്കുന്നത്. തങ്ങളുടെ രോഗിയായ ബന്ധുവിന് കൈത്താങ്ങാവാൻ ശ്രമിക്കുന്നതോടൊപ്പം പ്രകാശമാനമായ ഒരു വഴി കാണിച്ചു കൊടുക്കേണ്ടത് കുടുംബങ്ങളുടെ കൂടി ബാധ്യതയാണ്.